all, welcome to once. നമ്മൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തിട്ടുള്ള S4 സെമ്മിലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എക്സാം പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 1ന്റെ ഡിസ്കഷൻ കഴിഞ്ഞു അല്ലേ? കുറച്ച് ലെങ്തി ആയിരുന്നു, കാരണം കൂടുതൽ കാര്യങ്ങൾ അവിടെ പറയാനുണ്ടായിരുന്നു. നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണം ആൻഡ് എങ്ങനെയാണ് നമ്മൾ എക്സാമിന് ആൻസർ ചെയ്യേണ്ടെന്ന രീതിയും കൂടി. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് അബൌട്ട് ദ മൊഡ്യൂൾ 2 ആണ്. നമുക്കറിയാം എല്ലാ മൊഡ്യൂളിലും 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, 14 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വി ഹാവ് ടു എക്സ്പ്ലെയിൻ യെസ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ക്ലിയർ? യെസ്. സോ നോക്കിയേ, മൊഡ്യൂൾ 2 പാർട്ട് 1 ക്വസ്റ്റ്യൻ എന്താണ്? മൊഡ്യൂൾ 2 പാർട്ട് 1 ക്വസ്റ്റ്യൻ ഇറ്റ്സ് സെയിങ്, പറയൂ എന്താ പറയുന്നത്? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടാക്ക് ആൻഡ് പ്രൈം കോഡ്. വളരെ സിമ്പിളാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടാക്ക് ആൻഡ് പ്രൈം കോഡ് എന്താണോ? നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന ബിറ്റുമിൻ്റെ ഒരു സ്പ്രേ അല്ലെങ്കിൽ ഒരു ലെയറിനാണ് നമ്മൾ പ്രൈം ഓർ ടാക്ക് കോഡ് എന്ന് പറയുന്നത്. പ്രൈം കോഡ് എന്ന് പറഞ്ഞാലും ടാക്ക് കോഡ് എന്ന് പറഞ്ഞാലും ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ബിറ്റുമിൻ്റെ ആപ്ലിക്കേഷനാണ് അല്ലേ? അതായത് നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് WBM ആണെങ്കിൽ, WBM എന്ന് വെച്ചാൽ കല്ലും മണ്ണും ഇട്ട റോഡാണ്, ആൻഡ് അതിൻ്റെ മുകളിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ബിറ്റുമിനസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ബിറ്റുമിനസ് കോട്ടിങ്ങിന് എന്ത് പറയും? പ്രൈം കോട്ട് എന്ന് പറയും. സോ ഡിഫറൻസ് ഇതാണ്. നോക്കിയേ, പ്രൈം കോട്ടും ടാക്ക് കോട്ടും സെയിം ആണ്. ഇൻ ദ സെൻസ് നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്ന ബിറ്റുമിൻ ലെയറിനെയാണ് പ്രൈം കോട്ട് അല്ലെങ്കിൽ ടാക്ക് കോട്ട് എന്ന് പറയുന്നത്. എവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് WBM, അതായത് കല്ലും മണ്ണും റോഡാണ്, അതിൻ്റെ മുകളിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ബിറ്റുമിനസ് പേ ചെയ്യാൻ പോകുന്നത്, ബിറ്റുമിനസ് പേയ്മെൻറ്റ് ആക്കാൻ പോകുന്നതെങ്കിൽ അപ്പം നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ബിറ്റുമിനസിന് എന്ത് പറയും? ദാറ്റ് ഈസ് ടേംഡ് ആസ് പ്രൈം കോട്ട്. ഇനി അതല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡാണെന്ന് വെച്ചോ, ബിറ്റുമിനസ് റോഡാണ്, അതിനെ നമ്മൾ പൊളിച്ച് വീണ്ടും എന്താക്കുകയാണ്? നന്നാക്കാൻ പോവുകയാണ്. സോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിറ്റുമിനസ് പേയ്മെൻറ്റിനെ നമ്മൾ എന്താണ് റീഫാബ്രിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്ന ബിറ്റുമിനസ് കോട്ടിങ്ങിനാണ് ടാക്ക് കോട്ടിംഗ് എന്ന് പറയുക. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഐ ഹോപ്പ് യു നോ ദാറ്റ്. ക്ലിയർ അല്ലേ? സോ 3 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ അഡീഷണലി കുറച്ച് പോയിന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? നോക്കിയേ, റീഡ് ഔട്ട് ദ പോയിന്റ്. യെസ്, എന്തൊക്കെയാണ് പോയിന്റ്സ് പറയുന്നത്? പ്രൈം കോഡ് എന്ന് വെച്ചാൽ ഈസ് ദ ഫസ്റ്റ് കോട്ട് ഓഫ് ബിറ്റുമിനസ് സർഫസിംഗ് ഡൺ ഓൺ ആൻ എക്സിസ്റ്റിംഗ് പെർവിയസ് ടെക്സ്ചർ ബേസ്. എക്സിസ്റ്റിംഗ് പെർവിയസ് ടെക്സ്ചർ ബേസ് ഓർ എന്ത് പറയാം? പെർവിയസ് എന്ന് പറയുമ്പോൾ എന്താണോ? യെസ്, WBM ആണ്. ക്ലിയർ അല്ലേ? ടാക്ക് കോട്ട് എന്താണ്? ഈസ് ദ ബിറ്റുമിനസ് സർഫസിംഗ് ഡൺ ഓവർ ആൻ എക്സിസ്റ്റിംഗ് സിമന്റ് കോൺക്രീറ്റ് ടോപ്പ് ഓർ ഓൺ ആൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബ്ലാക്ക് ടോപ്പ് സർഫസ് റോഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ഇത് ഓൾറെഡി അവിടെ എന്താണ്? ബിറ്റുമിനസ് റോഡായിരുന്നു, പക്ഷെ അത് പൊളിഞ്ഞു കിടക്കുകയാണ്, അത് നമ്മൾ നന്നാക്കുകയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് കോട്ടിംഗ് ആണ് എന്ത്? ടാക്ക് കോട്ട്. ഇനി അതല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ അതിനെ ബിറ്റുമിനസ് റോഡാക്കാൻ പോകുന്നത്, സോ മണ്ണിട്ട് റോഡായിരിക്കില്ലേ, അല്ലെങ്കിൽ WBM ആയിരിക്കില്ലേ, അപ്പോൾ കൊടുക്കുന്ന ഇനീഷ്യൽ കോട്ടാണിത് പ്രൈം കോട്ട്. ആ സാധനം എന്തായാലും എഴുതണം. ഓക്കെ, ഈ പോയിന്റ് തീർച്ചയായിട്ടും എഴുതണം, ബിക്കോസ് ദാറ്റ് ഈസ് എ മെയിൻ ഡിഫറൻസ്. ക്ലിയർ? യെസ്. നോക്കിയേ, എന്താണ് ഉദ്ദേശം? അപ്ലൈ ടു ക്രിയേറ്റ് ബോണ്ടിങ് ബിറ്റ്വീൻ ബേസ് ലെയർ ആൻഡ് ബിറ്റുമിൻ ലെയർ. തീർച്ചയായിട്ടും അപ്ലൈ ടു ക്രിയേറ്റ് ബോണ്ടിങ് ബിറ്റ്വീൻ ദ ബിറ്റുമിൻ ലെയേഴ്സ് അല്ലേ? തീർച്ചയായിട്ടും. നെക്സ്റ്റ് നോക്കിയേ. യെസ്, application of low viscosity cut back as primer on existing base layer. So cut back ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിലോ application of low viscosity liquid bitumen to an existing bituminous layer. ക്ലിയർ അല്ലേ? യെസ്. ഇനി ബാക്കിയുള്ള നോക്കി ആ 3 പോയിന്റ്സ് അറിഞ്ഞാൽ മതി. ഇതും കൂടി അറിഞ്ഞിരിക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ സ്പെസിഫിക്കേഷൻ കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്പ്രേഡ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 7.3 കിലോഗ്രാം ടു 14.6 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ. സോ ആ ഒരു എന്താണ് ആ ഒരു വാല്യൂ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താണ് IRC സ്പെസിഫൈഡ് വാല്യൂസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, യെസ്, എന്തായാലും നമ്മുടെ മാർക്ക് ഫുൾ അങ്ങ് പോരും. ഓക്കെ, ആൻഡ് ഇവിടെ എങ്ങനെയാണ്? സ്പ്രേഡ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 5 കിലോഗ്രാം ടു 10 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ദെൻ റേറ്റ് ഓഫ് സ്പ്രേയിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ പോറോസിറ്റി ഓഫ് ദ സർഫസ്. അതായത് കൂടുതൽ പോറസ് ആണെങ്കിൽ കൂടുതൽ സ്പ്രേയിങ് ചെയ്യണം. ഇവിടെയും റേറ്റ് ഓഫ് സ്പ്രേയിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ സർഫസ്. സെയിം സാധനമാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ഓൺലി ഡിഫറൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു 3 പോയിന്റ് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ആൻഡ് പോയിന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂസ് അല്ലെ, അതിൻ്റെ എന്തെങ്കിലും ഒരു മെഷേർഡ് ക്വാണ്ടിറ്റി, റെഫറൻസ് ക്വാണ്ടിറ്റി, IRC പറയുന്ന എന്തെങ്കിലും ഓർമ്മയുള്ള ഒരു ക്വാണ്ടിറ്റിയും കൂടി എഴുതി കഴിഞ്ഞാൽ യെസ്, അത് എന്താണ് ആസ് പെർ ദ IRC എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് എഴുതുക, അത് കൂടുതൽ ഇംപ്രസീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ടിലെ രണ്ടാമത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. Write any 3 desirable property of bitumen to be used in payment concession. Desirable properties of ഏതായതുണ്ട്? ബിറ്റുമിൻ്റെ ആണ് ഇതുണ്ട്. Any 3 റൈറ്റ് എന്ന് പറയുമ്പോൾ നോക്കിയേ, ലിസ്റ്റ് any 3 പ്രോപ്പർട്ടി പറഞ്ഞാൽ പേര് മാത്രം എഴുതിയാൽ മതി.
റൈറ്റ് എനി 3 പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പേര് എഴുതണം, അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു 2 ലൈനിൽ ബ്രീഫ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ എഴുതാം, കൂടുതൽ എഴുതിയാൽ നല്ലതാണ്. എന്ന് വെച്ചാൽ കണ്ടമാന ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 ലൈൻ 3 ലൈൻ ഒരു സാധനത്തെ കുറിച്ച് എഴുതുക. സോ ദർ ഇസ് എ ലിസ്റ്റ് ദ ഐറ്റംസ്, ദർ ഇസ് എ റൈറ്റ് ദ ഐറ്റംസ്. റൈറ്റ് ദ ഐറ്റം മീൻസ് നമ്മൾ കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്യണം, നമ്മൾ കുറച്ചൊന്ന് എന്താണ് എക്സ്പാൻഷൻ ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. സോ ഇവിടെ നമുക്ക് എക്സ്പാൻഷൻ വേണം. സോ റൈറ്റ് എനി 3 പ്രോപ്പർട്ടി, നമ്മൾ ഒരു 5 പ്രോപ്പർട്ടി നിങ്ങൾക്കായി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചൂസ് എനി പ്രോപ്പർട്ടീസ്. ബിറ്റ്വീനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓക്കെ അഡ്ഹസീവ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് വൺ ഈസ് അഡ്ഹസീവ് പ്രോപ്പർട്ടി. വെയിറ്റ്, എന്താ പറയുന്നത്? അഡ്ഹസീവ് പ്രോപ്പർട്ടി എവിടെ പോയി? യെസ്. എന്താണ് അഡ്ഹസീവ് മീൻസ്? ഇറ്റ് ബൈൻഡ്സ് അല്ലെ. എന്താണ് ബിറ്റ്വീൻ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസിങ് ആസ് എ ബൈൻഡർ ആണ്. ഇറ്റ് ബൈൻഡ്സ് ടുഗദർ ഓൾ ദ കമ്പോണൻസ് വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് എനി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചേഞ്ചസ് ഇൻ ദർ പ്രോപ്പർട്ടീസ്. എന്തോ മാറ്റം വരുത്തിക്കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല, എല്ലാത്തിനെയും ബൈൻഡ് ചെയ്യുക, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരെയും ബൈൻഡ് ചെയ്യുക. Then it is waterproof also. Very important property ആണ് waterproofing property. Okay, binding property തീർച്ചയായിട്ടും എഴുതണം. waterproofing കൂടിയാണ്. Bitumen is insoluble in water and can serve as a effective sealant. Yes. Next എഴുതുക. നെക്സ്റ്റ് എന്താണ്? യെസ്, കുറച്ചുകൂടി ഒന്ന് ഇങ്ങോട്ട് നീക്കാം, അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സ്ട്രോങ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും. യെസ്. So the coarse aggregates are the main load bearing components in a pavement. അല്ലെ, bitumen or asphalt also play a vital role in distribution of the traffic load to the layers. Okay, ഒരു തരത്തിൽ ലോഡ് ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂറബിൾ ആണ്. bitumen lives up to 20 years. സോ അങ്ങനെയൊക്കെ എഴുതും. ഓക്കെ, 20 years എഴുതുക. യെസ്, എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്യുക, അത് ഹൈലൈറ്റ് ചെയ്യുക. നിങ്ങൾ എല്ലാ പോയിന്റുകളും എങ്ങനെ പാരഗ്രാഫ് ആക്കി എഴുതുക. അതേ അറിയാവുന്ന പോയിന്റുകൾ എത്ര ചെറുതായാലും വേണ്ടില്ല, നിങ്ങൾക്ക് എത്ര പോയിന്റുകളാണോ അറിയുന്നത്. ഓക്കെ, ക്വസ്റ്റിൻ്റെ വലിപ്പത്തിൽ കാര്യമില്ല, നിങ്ങൾ കുറേ എഴുതി എന്ന് പറയുന്നൊരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവോ അത് എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ, നിങ്ങൾ എല്ലാ പോയിന്റ്സുകളും പോയിന്റ് ആക്കി എഴുതുക. അത് എക്സാം പേപ്പർ നോക്കുന്ന ആൾക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അയാൾക്ക് തലവേദന ഉണ്ടാവില്ല. അത് തന്നെയാണ് പോയിന്റ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ലീവ് അപ് ടു സോ മെയിൻ പോയിന്റുകളൊക്കെ അണ്ടർലൈൻ ചെയ്യുക. ഇഫ് മെയിൻറ്റൈൻഡ് പ്രോപ്പർലി ത്രൂ ഔട്ട് ദ പേയ്മെന്റ് ലൈഫ്, ഇറ്റ് ഈസ് വേഴ്സറ്റൈൽ. ബിറ്റുമിൻ ഈസ് എ റിലേറ്റീവ്ലി ഈസി ടു യൂസ് മെറ്റീരിയൽ ബിക്കോസ് ഇറ്റ്സ് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി. തെർമോപ്ലാസ്റ്റിക് പ്രോപ്പർട്ടി, അതായത് ചൂടായി കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകും, ഇല്ലെങ്കിൽ അതിങ്ങനെ ഉണ്ടാവും, കട്ട പോലെ ഉണ്ടാവും. അതെ, ചൂടായി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വിസ്കോസിറ്റി ഒന്ന് കുറയും, അപ്പോൾ അത് ഒഴുകും, ഇല്ലെങ്കിൽ എന്താണ് ഹൈലി വിസ്കോസ് ആയിരിക്കും. സോ തെർമോപ്ലാസ്റ്റിക് പ്രോപ്പർട്ടി. ഇറ്റ് ക്യാൻ ബി സ്പ്രെഡ് ഈസിലി along the underlying pavement layers as it liquefies when heated, making the job easier and hardens in a solid mass when it is cooled. ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഒരു ഹാർഡ് ആൻഡ് സോളിഡ്, അത്ര സോളിഡ് ആയിരിക്കില്ല, സോളിഡ് മാസ് ആയിട്ട് തന്നെ നിൽക്കും. ദെൻ ഒന്ന് ചൂടാക്കിയാൽ അതെന്താവും, ഒഴുകാൻ തുടങ്ങും. ദെൻ എക്കണോമിക്കലാണ്, ചീപ്പാണ്, ബിറ്റുമിൻ ചീപ്പാണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ചീപ്പർ റേറ്റ്സ് ഓൾമോസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ്. ക്ലിയർ അല്ലേ? 3 പോയിന്റ് എഴുതിയാൽ മതി. 3 മാർക്കിൻ്റെ ക്വസ്റ്റിന് 3 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷനും കൂടി എഴുതി കഴിഞ്ഞാൽ, ഓക്കെ, ലിസ്റ്റ് അല്ല ചോദിക്കുന്നത്, റൈറ്റ് ദ എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? 3 തന്നെ എഴുതുന്നില്ല, നിങ്ങൾക്ക് 2 കൂടി അറിയാമെങ്കിൽ അത് എഴുതാം. ഓക്കെ, യെസ്, ടൈം ഉണ്ടാവും. ഓക്കെ, യെസ്. നൗ മൊഡ്യൂൾ 2യുടെ പാർട്ട് ബിയിലേക്ക് കിടക്കാം. പാർട്ട് ബിയിൽ നമുക്കറിയാം 2 ചോയ്സ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി നമ്മൾ എക്സാമിന്, നമ്മൾ 2ഉം ചെയ്യും. ക്ലിയർ അല്ലേ? പാർട്ട് ബിയിലെ മൊഡ്യൂൾ 2ൻ്റെ പാർട്ട് ബി ആണ്. നമുക്ക് 13 ഉണ്ട്, 13 എ ആൻഡ് ബി ഉണ്ട്, പിന്നെ 14 ഉണ്ട്, 14 എയും ബി ഉണ്ട്. നോക്കിയേ, 13 എ പാർട്ട് ഡിഫൈൻ CBR. സോ അതിന് 2 മാർക്കാണുള്ളത്. ഓക്കെ, ഡിഫൈൻ CBR 2 മാർക്കാണ്. ജസ്റ്റ് ഡെഫിനേഷൻ ചെയ്താൽ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ഡിസൈൻ എ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ഹൈവേ വിത്ത് ഫോളോയിങ് ഡാറ്റ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗ്രാഫ് അടങ്ങിയ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. സോ ഫസ്റ്റ് വൺ എന്താണ്? ഡിഫൈൻ CBR ആണ്. വാട്ട് ഈസ് CBR? സോ CBR നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. എന്താണ് CBR? ഇറ്റ് ഈസ് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ. അല്ലേ, എല്ലാവർക്കും അറിയാം. യെസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്തൊക്കെയാണ്? യെസ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലോഡ് ഓർ സ്ട്രെസ് on material. It is a ratio of load or stress. Yes, ഇങ്ങനെ എഴുതാം. For penetration by എത്രയാണ്? 2.5 or 5 mm. For a penetration of 2.5 or 5 mm
Okay, very important ആണ് 2.5 or 5 mm to the same penetration to the load or stress causing same penetration on the standard material. Same penetration on standard material. Clear? So I hope you know the definition. ഇതാണ് സി ബി ആറിൻ്റെ ഡെഫിനിഷൻ അല്ലേ. എന്താണ് നമ്മൾ 2.5 mm and 5 mm എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഹൈലൈറ്റ് ഉണ്ടാവണം. ഡെഫിനിഷനിൽ ആ ഒരു സാധനം ഉണ്ടാവണം. ക്ലിയർ അല്ലേ? എന്തുണ്ടാവണം? ഇറ്റ് ഈസ് ദ പെനിട്രേഷൻ, ഇറ്റ് ഈസ് ദ ലോഡ് ഓർ സ്ട്രെസ് കോസിങ് എ പെനിട്രേഷൻ ഓഫ് 2.5 or 5 mm എന്ന പോയിന്റ് തീർച്ചയായിട്ടും ഉണ്ടാവണം. സോ യു ക്യാൻ റൈറ്റ് സി ബി ആർ ആസ് യെസ് സി ബി ആർ പേഴ്സണലാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഈ ഒരു ഡെഫിനിഷൻ സി ബി ആറിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് എന്താണ് ഇപ്പോൾ പറഞ്ഞ സാധനം ലോഡ് ഓർ സ്ട്രെസ്. ഓക്കെ, load or stress for penetration for 2.5 or 5 mm penetration on given soil divided by same സാധനം, അതായത് ലോഡ് ഓൺ സ്ട്രെസ് ആണ്, ലോഡ് ഓർ സ്ട്രെസ് ആണെന്ന് എഴുതിയിരിക്കുന്നത്. for 2.5 for the same penetration എഴുതാം അല്ലെ, അതല്ല സുഖം. for the same penetration on standard material for same penetration on standard material same penetration on standard material ഏതാണോ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആർ ദ മെറ്റീരിയൽ സ്പെസിഫൈഡ് ബൈ IRC കോഡാണ് അല്ലേ. ഇതാണ് സി ബി ആർ. ബോക്സ് ചെയ്യുക, ഫോർമുല എല്ലാം ബോക്സ് ചെയ്യണം. ഓക്കെ, ഇനി എന്താണോ യെസ് ദീസ് ആർ ദ ലോഡ് ഓർ സ്ട്രെസ് ഓൺ ദ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ. നോക്കിയേ, നമുക്ക് ആ വാല്യൂസും കൂടി അറിയാം എന്ന് അല്ലെ. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഉണ്ടാവുന്ന ലോഡ് ആൻഡ് സ്ട്രെസ് നമുക്കറിയാം. വേർ PS1 എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ് ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ലോഡാണ്. PS1 എന്താണ്? സ്റ്റാൻഡേർഡ് ലോഡാണ് ഫോർ യെസ് 2.5 mm പെനിട്രേഷൻ. 2.5 mm പെനിട്രേഷൻ സ്റ്റാൻഡേർഡ് ലോഡ് നമുക്കറിയാലോ, അത് IRC കോഡിൽ സ്പെസിഫൈഡ് ആയിരിക്കും. സോ PS1 അതായത് ലോഡ് ഫോർ സ്റ്റാൻഡേർഡ് ഫോർ ഫസ്റ്റ് പെനിട്രേഷൻ. എത്രയാണ് ഫസ്റ്റ് പെനിട്രേഷൻ? 2.5 mm പെനിട്രേഷന് അല്ലെങ്കിൽ ഡിഫ്ലക്ഷന് വേണ്ട സ്റ്റാൻഡേർഡ് ലോഡിൻ്റെ വാല്യൂ എത്രയാണ്? PS1 ഈസ് ഈക്വൽ ടു പറയൂ എത്രയാണ്? 1370 കിലോഗ്രാം ആണ്. 70 കിലോഗ്രാം. ഓക്കെ, ഇതും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതേപോലെ PS2 എന്താണോ? PS2 എന്താണ്? യെസ് ഫോർ ഏതാണ്? ഫോർ 5 mm പെനിട്രേഷൻ, അതായത് ലോഡ് റിക്വയർഡ് ഫോർ 5 mm പെനിട്രേഷൻ. പറയൂ എത്രയാണ് PS2? യെസ് പൊന്നിയൻ സെൽവൻ അല്ല അല്ലേ, ഇതെന്താണ്? PS2 ദാറ്റ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് എത്രയാണ്? 2055 കിലോഗ്രാം ആണ്. 2055 കിലോഗ്രാം ആണ് 5 mm പെനിട്രേഷൻ വേണ്ട ലോഡ്. അതേപോലെ ഓക്കെ, ഇൻ ദിസ് ഇക്വേഷൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ലോഡ് അപ്ലൈ ചെയ്യാം, ലോഡ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്ട്രെസ് കൊടുക്കാം. ഓക്കെ, യെസ് സ്ട്രെസ് എത്രയാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് സ്ട്രെസ് PS1 സ്റ്റാൻഡേർഡ് സ്ട്രെസ് ഈസ് ഈക്വൽ എത്രയാണ് വരുന്നത്? യെസ് 1370 എത്രയാണ് വരുന്നത്? 70 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് സ്ട്രെസ് ആണ് എഴുതിയിരിക്കുന്നത്, സ്മോൾ p എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ എത്രയാണ്? സ്മോൾ PS2 എത്രയാണ് വരും ഇവിടെ? 105 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതൊക്കെ നമുക്ക് യെസ് IRC കോഡിന് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. ദാറ്റ്സ് വൈ വി ആർ റൈറ്റിംഗ് ഇറ്റ് അലോങ് വിത്ത് ദ ഡെഫിനിഷൻ. സോ എന്താണ് പറഞ്ഞത്? ഡിഫൈൻ സി ബി ആർ ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക. യെസ് ഈ ഒരു പോയിന്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഓർത്തിരിക്കുക, ഇത് നമുക്ക് ന്യൂമറിക്കലിന് ആവശ്യമുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഡാറ്റ തന്നിട്ടുണ്ടാവും. ക്ലിയർ? യെസ്. സോ അതാണ് അതിൻ്റെ പാർട്ട് 13ന്റെ ചെറിയൊരു ഭാഗം, 13ലെ എയുടെ ചെറിയൊരു ഭാഗം. ഇനി ഡിസൈൻ എ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ഹൈവേ വിത്ത് ദ ഫോളോയിങ് ഡാറ്റ. ഓക്കെ, സോ കാറ്റഗറി ഓഫ് റോഡ് ഏതാണ്? 4 lane ഡുവൽ കാരേജ് വേ. നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻ ദ ഇയർ ഓഫ് കംപ്ലീഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ആസ് 2400. യെസ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പെർ ഡേ, CVPD എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പെർ ഡേ പെർ ഡയറക്ഷൻ. ഡിസൈൻ ലൈഫ് തന്നിട്ടുണ്ട് അല്ലെ. ഡിസൈൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നൊട്ടേഷൻ? N എന്നാണ് അല്ലേ. യെസ് ആൻഡ് ആനുവൽ ഗ്രോത്ത് ഓഫ് ദ റേറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് R തന്നിട്ടുണ്ട്. യെസ് N ഈസ് ഗിവൺ അല്ലേ. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? N ഈസ് ഗിവൺ, R ഈസ് ഗിവൺ. 2400 എന്താണോ? A ആണ്. ആൻറ്റിസിപ്പേറ്റഡ് ട്രാഫിക്, അതായത് ഫ്യൂച്ചർ ട്രാഫിക് അല്ലേ, അതല്ലേ പറഞ്ഞത്? എന്താ നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻ ദ ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ. നിങ്ങൾ ഇന്ന് വർക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു 2 കൊല്ലം കഴിഞ്ഞാലേ റോഡിൻ്റെ പണി കഴിയൂ. ഇന്ന് വർക്ക് തുടങ്ങിയാൽ 2 കൊല്ലം കഴിഞ്ഞാലേ ചിലപ്പോൾ റോഡിൻ്റെ പണി കഴിയുള്ളൂ. സോ ഇന്നത്തെ ട്രാഫിക് ആയിരിക്കും 2 കൊല്ലം കഴിഞ്ഞാൽ അല്ല. സോ അതാണ് തന്നിരിക്കുന്നത്, അതായത് ഫ്യൂച്ചർ ട്രാഫിക്.
ഇന്ന് എന്താണ് ഇന്ന് തുടങ്ങി 2 കൊല്ലം കഴിഞ്ഞാൽ ട്രാഫിക് മാറും. സോ ഫ്യൂച്ചർ ട്രാഫിക് ആണ് തന്നിരിക്കുന്നത്. അതിനാണ് നമ്മൾ ആന്റിസിപ്പേറ്റഡ് എ എന്ന് പറയുന്നത്. ആന്റിസിപ്പേറ്റഡ് ട്രാഫിക്. എ ഈസ് ഗിവൺ, എൻ ഈസ് ഗിവൺ, ആർ ഈസ് ഗിവൺ. Design CBR value for soils upgrade of 5%. Clear? Yes. And vehicle damage factor of 3.5%. Yes. And 0.75%. Clear അല്ലേ? Yes. So ആദ്യം നമുക്ക് ഡിസൈൻ ചെയ്യാം. അതായത് നമ്മൾ നമ്പർ ഓഫ് അല്ലെ സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ആക്സിൽ റിപ്പീറ്റേഷൻ കണ്ടുപിടിക്കണം അല്ലേ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ്. സോ എന്താണ് ഇക്വേഷൻ? നമ്മുടെ എൻ എസ് നമുക്ക് എന്താ ഇക്വേഷൻ പറഞ്ഞേ? ഇറ്റ് ഈസ് 365 അല്ലെ, എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ഇക്വേഷൻ ആണ്. ഇൻറ്റു എ ഇൻറ്റു യെസ് 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു അതിന് മാത്രമേ എൻ ഉള്ളൂ -1 ഇൻറ്റു എൽ ഇൻറ്റു ഡി ഇൻറ്റു എഫ് ഡിവൈഡ് ബൈ ആർ ബൈ 100. ഓക്കെ, പല രീതിയിലായിരിക്കും നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുക. സംഭവം സെയിം ആണ്. 365 ഇൻറ്റു എ യെസ് ബ്രാക്കറ്റിൽ 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു അതിന് മാത്രമേ റേസ് ടു എൻ ഉള്ളൂ -1 ഇൻറ്റു എൽ ഇൻറ്റു ഡി എഫ് ഇൻറ്റു എഫ്. എൽ എന്താണോ ലോഡ് ഫാക്ടർ, ഡി എന്താണ് വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ, എഫ് എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്, ഡിവൈഡ് ബൈ ആർ ബൈ 100. നോക്കിയേ, എവറിത്തിങ് ഈസ് ഗിവൺ ടു us. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. ഓക്കെ, യെസ് എന്താ തന്നിട്ടുണ്ട് ഇവിടെ? ഡി തന്നിട്ടുണ്ട്, വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ ഡി തന്നിട്ടുണ്ട് 3.5 ആണ്. ലെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ക്യാപിറ്റൽ എൽ തന്നിട്ടുണ്ട്. ആൻഡ് എഫ് തന്നിട്ടില്ല. നമ്മൾ എത്ര അസ്യൂം ചെയ്യാം? യെസ്, വി ആർ അസ്യൂമിങ് ലോഡ് സേഫ്റ്റി ഫാക്ടർ ആസ് 1 ആണ്. ക്ലിയർ അല്ലേ? യെസ്, നമുക്കറിയാം അത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസ്. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് 365 ഇൻറ്റു 2400 ബ്രാക്കറ്റിൽ യെസ് 1 പ്ലസ് ആർ എത്രയാണ്? 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5/100 റേസ് ടു എൻ 15 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡിസൈൻ ലൈഫ് -1 ഇൻറ്റു എൽ എത്രയാണ് തന്നിരിക്കുന്നത്? ലെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.75 തന്നിട്ടുണ്ട്. വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ 3.5 തന്നിട്ടുണ്ട്. ലോഡ് സേഫ്റ്റി ഫാക്ടർ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 1 എന്ന് അസ്യൂം ചെയ്യുന്നു. യെസ്, ദെൻ ആർ ബൈ 100. ആർ അഗൈൻ എത്രയാണ്? ആർ അഗൈൻ ഈസ് 5/100. ക്ലിയർ അല്ലേ? നല്ല രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കണം. Yes, if you calculate this, you will get a value of, yes, you will get a value of 4961. I guess, let me write down the whole value. 619906 ആണ് 0.97. ഇത്രയും വലിയ വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ. ബട്ട് നമ്മൾ അത് എപ്പോഴും എന്തിനാ എക്സ്പ്രസ് ചെയ്യുക? MSA അല്ലേ? എന്താണ് MSA? മില്യൺ സ്റ്റാൻഡേർഡ് ആക്സിൽ. സോ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻6 ചെയ്യണം. ഇൻറ്റു 10⁻6 ചെയ്താൽ യെസ് 1 2 3 4 5 യെസ് 49.62 MSA എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 49.62 MSA എന്ന് കിട്ടും. നമുക്കതിനെ ചുരുക്കി എങ്ങനെ എഴുതാം? നമുക്കതിനെ റൗണ്ട് ഓഫ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് എന്താണ് 50 MSA എന്ന് എഴുതാം. ക്ലിയർ? 50 MSA എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് സ്റ്റെപ്പ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ മറ്റൊരു സാധനം കൂടി തന്നിട്ടുണ്ട്. ഇവിടെ ഗ്രാഫും കൂടി തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫ് വളരെ സിമ്പിൾ ഗ്രാഫാണ്. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ വലിയ സംഭവം തോന്നും, പക്ഷെ ഒന്നുമില്ല. ആദ്യം നിങ്ങൾ ഗ്രാഫിൻ്റെ ആക്സസ് നോക്കുക. എന്താ പറയുന്നത്? പേയ്മെൻറ്റ് തിക്നസ് ആണ് തന്നിരിക്കുന്നത്. പേയ്മെൻറ്റ് തിക്നസ് യെസ് വിത്ത് റെസ്പെക്ട് ടു ട്രാഫിക് ഇൻ MSA ആണ്. യെസ്, അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ, ദാറ്റ് ഈസ് ട്രാഫിക് അല്ലേ കണ്ടുപിടിച്ചത് ഇൻ മില്യൺ സ്റ്റാൻഡേർഡ് ആക്സിൽ. സോ നമ്മൾക്ക് എത്ര കിട്ടിയത്? ഇപ്പം നമുക്ക് എത്രയാണ് ട്രാഫിക് ഇപ്പോൾ കിട്ടിയത്? നമുക്ക് 50 അല്ലേ കിട്ടിയത്? നോക്കിയേ വാല്യൂസ് 2 5 10 20 30 50 100 150. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത MSA എത്രയാണ്? നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് MSA 50 ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ എന്ത് മാത്രം നോക്കിയാൽ മതി? ഈ സാധനം മാത്രം നോക്കിയാൽ മതി. CBR എത്രയാണ്? 5% ആണ്. അതിൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ GSB ആണ് യെല്ലോ കളറിൽ കാണുന്നത്. ഗ്രാനുലാർ ബേസ് ആണ് യെസ് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിൽ കാണുന്നത്. ദെൻ DBM ഈസ് ദർ. ദെൻ ദർ ഈസ് എ ബേസ് കോഴ്സ്. ക്ലിയർ അല്ലേ? ആ ബ്ലാക്ക് കളറിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്തൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും? ഇതും കൂടി എടുത്ത് എഴുതണം. അതായത് നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ 50 ആണ്. അതായത് നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം എടുത്താൽ മതി. അതിൽ യെസ് മഞ്ഞ കളറിൽ കാണുന്നത് എന്താണ്? GSB ആണ്. ലേശം ഒരു ഷെയ്ഡിൽ കാണുന്നത് എന്താണ്? GB ആണ്, ഗ്രാനുലാർ ബേസ് ആണ്. ദെൻ DBM ലെയർ ആണ്. പിന്നെ എന്താണ്? യെസ് 40 ആണ്. ക്ലിയർ അല്ലേ? ഈസ് ദാറ്റ് ഓക്കെ? സോ ഇത്രയും നമുക്ക് ഗ്രാഫ് കിട്ടും. അതൊന്ന് എടുത്ത് എഴുതുക. ക്ലിയർ? ജസ്റ്റ് അതൊന്ന് എടുത്ത് എഴുതിയാൽ മതി. നത്തിങ് എൽസ് ഈസ് ദർ. സോ ലെറ്റ് മീ റൈറ്റ് ഡൗൺ ദാറ്റ്. സോ എത്രയാണ് GSB വരുന്നത്? ഫസ്റ്റ് വൺ ഈസ് GSB. സോ ഫ്രം ദ ഗ്രാഫ് അക്കോർഡിംഗ് ടു ഗ്രാഫ് GSB എത്ര വരുന്നത്? GSB ഈസ് ഈക്വൽ ടു 300 mm പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്താണോ Y ആക്സിൽ പേയ്മെന്റ് തിക്നസ് ഇൻ mm ആണ്. GB എന്താണ്? GB ഈസ് 250 ആണ്. GB. സോ GB ഈസ് ഈക്വൽ ടു
250 mm എന്ന് ക്വസ്റ്റ്യൻ്റെ അവസാനം എടുത്ത് എഴുതണം. ഓക്കെ, ഫ്രം ഗ്രാഫ് എന്നൊക്കെ എഴുതുക. ഫ്രം ഗ്രാഫ്, ഫ്രം ദ ഗിവൺ ഗ്രാഫ് അല്ലേ, നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഇതെന്താണ്? യെസ്, ദിസ് ഇസ് നത്തിങ് ബട്ട് DBM. DBM എത്രയാണ്? DBM ഈസ് ഈക്വൽ ടു ബൈ ദ ഗ്രാഫ് എത്രയാണ് വരുന്നത്? 115 ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ 115 mm. ആൻഡ് ഫൈനലി പിന്നെ ഏതാ തന്നിരിക്കുന്നത്? യെസ്, ബേസ് കോസ് യെസ് അപ് ടു എത്രയാണ്? 40 ആണ് അല്ലേ, 40 mm. ഇതാണ് എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് 50 MSA എന്ന് കണ്ടിട്ടുണ്ട്. 50 MSAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മളിപ്പം എടുത്തിരിക്കുന്നത് ഫ്രം ദ ഗ്രാഫ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് എൻഡ് ഓഫ് 13A. That is end of 13A. Now let's move to the B part of the 13. Yes, state the major difference between flexible and rigid payment. State the major difference between flexible and rigid payment. Okay, 7 mark question ആണ്. Okay, 13ന്റെ B mark എന്ന 7 mark question ആണ്. So difference എഴുതുക, അതിന്റെ ഒരു ഫിഗറും കൂടി വരച്ചാൽ you will get whole mark. Okay, 7 mark ആണ്. എന്തെങ്കിലും ഒരു 7 പോയിന്റ് എഴുതുക, ഒരു ഫിഗറും കൂടി എഴുതുക. Okay, മാക്സിമം 7 പോയിന്റിലേക്ക് എത്തിക്കുക. Okay, മാക്സിമം 7 points എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. That will be better. Clear? Yes. So okay, if you look at here, yes, ഒരു ഫിഗറും കൂടി വരച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. ഫ്ലെക്സിബിൾ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് പേയ്മെന്റ് എല്ലാവർക്കും അറിയാം. ലെറ്റ് മീ ഡ്രോ ദ ഫിഗർ ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് കേൾക്കാം. എന്തൊക്കെയാണ് ഫിഗർ? ഫ്ലെക്സിബിൾ പേയ്മെന്റ് എങ്ങനെയാണ്? യെസ്, നമുക്ക് ഏറ്റവും ബോട്ടം ലെയർ ഏതാണ്? വി ആർ ഹാവിങ് എ സബ് ഗ്രേഡ്. ഇതാണ് ഏറ്റവും ബോട്ടം ലെയർ. ഇതിന് മുകളിലായിട്ട് നമുക്ക് എന്തുണ്ടാവും? വി വിൽ ബി ഹാവിങ്, ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഒരു സബ് ബേസ് കോഴ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? യെസ്, ദെൻ ദർ ഈസ് എ ബേസ് കോഴ്സ്. ആൻഡ് ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഫിനിഷിംഗ് അല്ലെങ്കിൽ എന്താണ് ഇതിനെ നമ്മൾ എന്താ പറയുക? ദാറ്റ് ഈസ് എ സർഫസ് കോഴ്സ്. ക്ലിയർ? ദിസ് ഇസ് ടേംഡ് ആസ് സർഫസ് കോഴ്സ് ആണ്. ഓർ യെസ്, വെതറിങ് അല്ലെ, അല്ലെങ്കിൽ ഫിനിഷിംഗ് കോഴ്സ് എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എന്ത് വേണേൽ പറയാം. ഇറ്റ് ഈസ് എ സർഫസ് കോഴ്സ്. ക്ലിയർ? ഇതാണ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് വിച്ച് ഹാവിങ് 3 layers മെയിൻലി. ലോഡ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഈച്ച് ലെയറിലൂടെയാണ് ലോഡ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഗ്രെയിൻ ടു ഗ്രെയിൻ കോൺടാക്ട് ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണോ, നിങ്ങൾ ഇതേ സാധനം നിങ്ങൾ എവിടെ വരയ്ക്കുക? റിജിഡ് പേയ്മെന്റിൽ വരയ്ക്കുക. ഫിഗർ വരച്ചാൽ നല്ലതാണ്. സോ തീർച്ചയായിട്ടും അവിടെയും എന്ത് വേണം? സബ് ഗ്രേഡ് നിർബന്ധമാണ്. ഓക്കെ, ദെൻ സബ് ഗ്രേഡ് പ്രൊവൈഡ് ചെയ്താലോ യെസ്, അതിന് മുകളിൽ നമ്മൾ എന്താ പ്ലേസ് ചെയ്യുന്നത്? ഒരു സിമന്റ് കോൺക്രീറ്റ് സ്ലാബ് ആണല്ലേ, ഒരു സിമന്റ് കോൺക്രീറ്റ് സ്ലാബ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബേസ് കോഴ്സ് വരയ്ക്കാം. ഓക്കെ, യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, യു ക്യാൻ ഗോ ഫോർ എ ബേസ് കോഴ്സ് ഓൾസോ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, വേണമെങ്കിൽ ബേസ് കോഴ്സ് വരയ്ക്കാം. ഓക്കെ, സോ സബ് ഗ്രേഡിന്റെ മുകളിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്താണ്? വി ആർ ഹാവിങ് എ ബേസ് കോഴ്സ് ആൻഡ് അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം? ഒരു സിമന്റ് കോൺക്രീറ്റ് എന്താണ്? പേയ്മെന്റ് ആണ്. ഓക്കെ, പേയ്മെന്റ് ആണ്. സോ ഇതാണ് നമ്മുടെ റിജിഡ് പേയ്മെന്റ്, RP എന്ന് എഴുതിയിരിക്കുന്നു. ആൻഡ് ഇതാണ് നമ്മൾ ഇത് ഫ്ലെക്സിബിൾ പേയ്മെന്റ്, FP എന്ന് എഴുതിയിരിക്കുന്നു. ക്ലിയർ അല്ലേ? ഈ ഫിഗർ വരച്ചങ്ങ് തുടങ്ങുക, ഡിഫറെന്റ് ലെയേഴ്സ് കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് താഴെ ലിസ്റ്റ് ചെയ്യുക. ഫ്ലെക്സിബിൾ പേയ്മെന്റ് എന്താണ്? ലോഡ് ഈസ് ട്രാൻസ്ഫർ ബൈ ഗ്രെയിൻ ടു ഗ്രെയിൻ കോൺടാക്ട്. ഇവിടെ എങ്ങനെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലോഡ് ട്രാൻസ്ഫർ ഡസ് നോട്ട് എക്സിസ്റ്റ്, അതായത് സ്ലാബിന്റെ മുകളിൽ വരുന്ന ലോഡ് ത്രൂ സ്ലാബ് ഡയറക്ട്ലി സബ് ഗ്രേഡിൽ എത്തിക്കുകയാണ്. അതായത് ഇതിനെ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം? യെസ്, ഇതിനെ നമുക്ക് എങ്ങനെ കൂടി എഴുതാം? ദാറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് സ്ലാബ് ആക്ഷൻ എന്ന് എഴുതാം. ഓക്കെ, സോ ഈ ഒരു ടേം അറിഞ്ഞിരിക്കുക. സ്ലാബ് അല്ലെ, സ്ലാബിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സിമന്റ് കോൺക്രീറ്റ് സ്ലാബ് ആണ്. അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എന്താണ്? ലോഡ് ഡയറക്ട്ലി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? യെസ്, സബ് ഗ്രേഡിലേക്ക്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഫ്ലെക്സിബിളിന്റെ സ്ട്രെങ്ത് എന്താണ്? കുറവാണ്, ലോ സ്ട്രെങ്ത് ആണ്. ഇവിടെ എന്താണ്? ഹൈ സ്ട്രെങ്ത് ആണ്. ഇവിടെ ലൈഫ് സ്പാൻ എന്തായിരിക്കും? കുറവായിരിക്കും, 15 years ഉള്ളൂ അല്ലെ. ഇവിടെ എത്രയാണ്? ഇവിടെ വി വിൽ ബി ഹാവിങ് 30 years, മോർ ദാൻ 30 years ആണ്. ഓക്കെ, ഹൈ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ, ലോ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്. ബട്ട് ഇനീഷ്യൽ കോസ്റ്റ് എന്തായിരിക്കും? യെസ്, ഇവിടെ എന്താണ്? നമുക്ക് ഹൈ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് എവിടെ? ഫ്ലെക്സിബിളിൽ. ബട്ട് ലോ എന്താണ്? ഇനീഷ്യൽ കോസ്റ്റ് ആണ് അല്ലേ, ലോ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഇവിടെ എന്താണ്? ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഓക്കെ, ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ് ഇവിടെ ഇൻ കേസ് ഓഫ് റിജിഡ് പേയ്മെന്റ്. പക്ഷേ മെയിൻ്റെനൻസ് കുറവാണ്. Then rolling of the surface is needed in case of flexible. Rolling of the surface is not needed in rigid payment. തീർച്ചയായിട്ടും damaged by oil and certain chemicals. ഇവിടെ ഒരു ഡാമേജും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് എഴുതാം. എന്താണ്? joints are present, joints are not present, joints are not present in flexible അല്ലേ. ബട്ട് ഇവിടെ എന്താണ്? joints are present, joints are present. ക്ലിയർ അല്ലേ? യെസ്. ഏതൊക്കെ ജോയിൻസ് ആണുള്ളത്? ദർ ഇസ് എൻ എക്സ്പാൻഷൻ ജോയിന്റ് ആൻഡ് ദർ ഇസ് എ കോൺട്രാക്ഷൻ ജോയിന്റ്. രണ്ട് ടൈപ്പ് ജോയിന്റ് ആണ് മെയിൻലി ഉള്ളത്. ഓക്കെ അല്ലേ?
സോ ഈ ഇങ്ങനെയുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, വിച്ച് വിൽ ബി ഇനഫ് ആൻഡ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്തരത്തിലൊരു ഫിഗർ വരയ്ക്കുക. ക്ലിയർ? സോ അതാണ് നമ്മുടെ 13 എന്ന് പറയുന്നത്, 13A and B പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് പാർട്ട് ബിയിലെ ഒന്നാമത്തെ ചോയ്സ്. ഈസ് ദാറ്റ് ഓക്കെ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, യെസ് മൊഡ്യൂൾ 2യുടെ അടുത്ത ചോയ്സിലേക്ക് കിടക്കാം, അതായത് 14th. 14ലും A and B ഉണ്ട്. മോസ്റ്റ്ലി നല്ല തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ കുറച്ച് എഴുതാനുണ്ടാവും നിങ്ങൾക്ക്. സോ ഡിസ്ക്രൈബ് 14ലെ എ പാർട്ട് എന്താണ്? ഡിസ്ക്രൈബ് യെസ് വാട്ട് ഈസ് ദ ഫസ്റ്റ് പാർട്ട്? സെയിങ് describe the specification of material and construction steps of granular sub-base course ആണ്. ഓക്കെ, GSB granular sub-base course ന്റെ യെസ് മെറ്റീരിയലിന്റെ സ്പെസിഫിക്കേഷൻ എഴുതണം ആൻഡ് കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് എഴുതണം. ഓക്കെ അല്ലേ? നല്ല തിയററ്റിക്കൽ പോയിന്റ് ആണ്, നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്നതാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദാറ്റ്. ഓക്കെ ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, GSBനെ കുറിച്ചൊന്ന് എഴുതുക. എന്താണ് GSB എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് GSB എന്താണ്? ഇറ്റ് സെർവ് ആസ് എൻ എഫക്റ്റീവ് ഡ്രെയിനേജ് ലെയർ ടു ഡ്രെയിൻ ഓഫ് ദ വാട്ടർ entering into the payment layers. Very important point ആണ്. ഓക്കെ, GSBയുടെ മെയിൻ ഉദ്ദേശം അതാണ്. ലോഡ് ട്രാൻസ്ഫർ ഉണ്ട്, ബട്ട് മെയിൻ ഉദ്ദേശം എന്താണ്? ഡ്രെയിനിങ് ഓഫ് ദ വാട്ടർ ആണ്. ഇൻ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് ദ വീൽ ലോഡ് സ്ട്രെസ്സസ് ആൻഡ് ട്രാൻസ്മിറ്റ് ത്രൂ ദ സർഫസ് കോഴ്സ് ആൻഡ് ഗ്രാനുലാർ ബേസ് കോഴ്സ്. ക്ലിയർ? യെസ്. ഹൗവർ ഇൻ ദ കേസ് ഓഫ് റിജിഡ് പേയ്മെന്റ് ദ GSB ലെയർ ഓൺലി സെർവ് ആസ് ആൻ എഫക്റ്റീവ് ഡ്രെയിനേജ് ലെയർ. കാരണം സ്ലാബ് റിജിഡ് പേയ്മെന്റിൽ എന്താണ്? സ്ലാബ് ആക്ഷൻ ആണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അവിടെ ലെയേഴ്സിൻ്റെ ആവശ്യമില്ല. സോ ഇൻ കേസ് ഓഫ് റിജിഡ് പേയ്മെന്റ് GSB എന്താണ്? പക്ക എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു വാട്ടർ ഡ്രെയിനിങ് ഓഫ് ചെയ്യാനുള്ള ലെയർ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ആണ്. ഓക്കെ, ആസ് പെർ ദ ക്ലോസ് 401.2 ഓഫ് മോർത്ത് ആണ്. എന്താണ് മോർത്ത്? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ദ മെറ്റീരിയൽ ടു ബി ട്രാൻസ്ഫേർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഗ്രാനുലാർ സബ്ബേസ് ഷാൾ സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. എന്താക്കുക, ഈ പോയിന്റുകളെല്ലാം ഓർക്കുക, ഈ വാല്യൂസ് ഓർക്കണം, നിർബന്ധമാണ്. വാല്യൂസ് എഴുതി കഴിഞ്ഞാലേ മാർക്കുള്ളൂ. യു ഹാവ് ടു ലിസ്റ്റ് ദ പോയിന്റ്സ്. ക്ലിയർ? യെസ്. എന്തൊക്കെയാണ്? ദ മാക്സിമം പാർട്ടിക്കിൾ സൈസ് ഓഫ് മെറ്റീരിയൽ ഷാൾ ബി ലെസ് ദാൻ എത്രയാണ്? 75 mm. ഇഫ് വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് ദ അഗ്രിഗേറ്റ് ഡിറ്റർമൈൻഡ് ആസ് പെർ യെസ് അതിൽ എഴുതേണ്ട ആവശ്യമില്ല, പാർട്ട് 3 ഈസ് ഗ്രേറ്റർ ദാൻ 22%. ഇഫ് വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് ഈസ് മോർ ദാൻ 2%, ദ അഗ്രിഗേറ്റ് ഷാൾ ബി ടെസ്റ്റഡ് ഫോർ വെറ്റ് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ. ഓക്കെ അല്ലേ? നമ്മൾ സാധാരണ വെറും അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ആണ് ചെയ്യുന്നത്. ഇനി അതല്ല, വാട്ടർ അബ്സോർപ്ഷൻ മോർ ദാൻ 2% ആണ്, യു ഹാവ് ടു ഗോ ഫോർ വെറ്റ് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ. ക്ലിയർ? യെസ്. ആൻഡ് ദ അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ആ രീതിയിൽ ചെയ്യുമ്പോൾ ഷുഡ് ബി ലെസ് ദാൻ എത്രയായിരിക്കണം? 40%. ഐ എം റിപ്പീറ്റിംഗ് ദ പോയിന്റ് അഗെയിൻ. ഇത്തരത്തിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാല്യൂസും കൂടി എഴുതണം, അപ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? യെസ്. സോ തിയറിറ്റിക്കലി യെസ് നമ്മൾ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റിന്റെ ആ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഓർക്കണം എന്നാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് നോക്കിയേ, ദ 10% ഫൈനസ് വാല്യൂ ഷുഡ് ബി മോർ ദാൻ 50 kN. യെസ്, ഇത് ഡയറക്ട്ലി നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സോക്ക്ഡ് CBR വാല്യൂ എത്ര ദിവസം സോക്ക്ഡ് ആണോ? 4 days സോക്ക്ഡ് അല്ലെ, 4 ദിവസം വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള സോയിലിന്റെ മുകളിലാണ് നമ്മൾ CBR നടക്കുക. 4 days സോക്ക്ഡ്. യെസ്, വാല്യൂ ഷുഡ് ബി എ മിനിമം ഓഫ് 30%. Gradation of the material shall be followed as per the approved project design. അതിൽ കാര്യമില്ല. The liquid limit shall not be more than 25%, and the plastic index should be less than yes 6 ആണ്. ഈ പോയിന്റ് ഒക്കെ എഴുതണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡ് ലിമിറ്റ് കുറയാൻ പാടില്ല, കൂടാൻ പാടില്ല. ഷുഡ് നോട്ട് ബി മോർ ദാൻ 25% and it should be less than 6%. ക്ലിയർ അല്ലേ? സോ അതാണ് മെറ്റീരിയൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതായിരുന്നു ആ ക്വസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ട്. പിന്നെ ചോദിച്ചെന്താണ്? വാട്ട് ഈസ് എ കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ സ്റ്റെപ്സിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഓക്കെ, കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് എന്നാണ് ആദ്യം ചോദിച്ചത്. വാട്ട് ഈസ് എ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ. ഇനി GSBയുടെ കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് ആണ് പറയുന്നത്. നോക്കിയേ, ആദ്യം എന്തൊക്കെ മെഷീനറി വേണമെന്നൊന്ന് ലിസ്റ്റ് ചെയ്യാൻ വെറുതെ. ഡംബേഴ്സ്, മോട്ടർ ഗ്രേഡർ എല്ലാം നമുക്കറിയാം. വൈബ്രേറ്ററി റോളർ ഓഫ് കപ്പാസിറ്റി, യെസ്. വാട്ടർ ടാങ്കർ ആൻഡ് സർവേ കിറ്റ് ഈസ് റിക്വയർഡ്. എന്താണ് അതിന്റെ സ്റ്റെപ്സ് നോക്കിയേ. മെത്തഡോളജി എന്താണ്? ഒരു 8 സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 7 സ്റ്റെപ്പായിട്ട് എഴുതാൻ നിങ്ങൾക്ക്. ഓക്കെ, മിനിമം ഒരു 6 to 7 സ്റ്റെപ്സ് എങ്കിലും എഴുതണം. സ്റ്റെപ്സ് ആക്കി എഴുതുക. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? ദ ബേസ് ഷാൾ ബി പ്രിപ്പയർഡ് ബൈ റിമൂവിങ് ഓൾ വെജിറ്റേഷൻ. നോക്കി, 4ാം ക്ലാസ് പരിപാടിയാണ്. ആലോചിച്ചാൽ അറിയാം, നിങ്ങൾക്ക് അതിന്റെ പ്രോസസ്സ് അറിയാം, മലയാളത്തിൽ അറിയാനുണ്ടാവും, അതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കുക. ക്ലിയർ അല്ലേ? ആൻഡ് എന്തെങ്കിലും ഒരു വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്യുക. സോ എന്താണ്? ദ ബേസ് ഷാൾ ബി പ്രിപ്പയർഡ് ബൈ റിമൂവിങ് ഓൾ വെജിറ്റേഷൻ ആൻഡ് അതർ എക്സ്ട്രാനസ് മെറ്റീരിയൽ ഇഫ് എനി, lightly sprinkled with water if necessary, and rolled with two passes of 80 to 100 kN smooth wheeled roller.
സ്മൂത്ത് വീൽഡ് റോളർ. ക്ലിയർ അല്ലേ? Second point, marking shall be done by fixing the batter pegs on both sides at a regular interval to length and depth of the approved subgrade. Clear? Yes, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ ഈ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുക. Well graded material shall be transported and dumped at the site by means of end dumpers and dumped in the form of heaps or stockpiles. അല്ലേ? കുന്നുകൂട്ടിയിടുക അല്ലേ? In the form of scones ആണ് അല്ലെങ്കിൽ heaps ആണ്. The material shall be spread by means of the motor grader. അതൊക്കെ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ടു ദ റിക്വയർഡ് സ്ലോപ്പ് ആൻഡ് ഗ്രേഡ്. സോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതൊക്കെ പോയിന്റ് ആക്കി എഴുതണേ, ഒന്നും പാരഗ്രാഫ് ആക്കി എഴുതരുത്. യെസ്, അത് വളരെ ബുദ്ധിമുട്ടാണ്. പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും, നമുക്ക് അതിൻ്റെ അകത്ത് ഗ്യാസ് അടിച്ച് കയറ്റാം. ഓക്കെ, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് വളരെ നീറ്റായിട്ട് പോയിന്റ് ആക്കി എഴുതുക. ഞാൻ അതിൽ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു ഇംപ്രഷനാണ്. ഓക്കെ, യെസ്. അഥവാ ഏതെങ്കിലും പോയിന്റ് മിസ്സായാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇഫ് യു റൈറ്റിംഗ് ഇൻ ദ ഫോം ഓഫ് എ പോയിന്റ്സ്. യെസ്, വാട്ടർ ഷാൽ ബി സ്പ്രിങ്കിൾഡ് യൂണിഫോംലി ആൻഡ് കെയർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ദാറ്റ് ദ മോയ്സ്ചർ കണ്ടന്റ് അറ്റ് ദ ടൈം ഓഫ് കോമ്പാക്ഷൻ ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് എത്രയാണ് -2 to 1% ഓഫ് OMC. OMC എന്താണ്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ്. ദെൻ ദ മെറ്റീരിയൽ ഷാൽ ബി പ്രോസസ്ഡ് ബൈ മീൻസ് ഓഫ് മെക്കാനിക്കൽ ഡിസ്ക്, ഹാരോസ് ആൻഡ് റോട്ടോവേർട്ടേഴ്സ് ഓർ പ്ലഗ്ഡ് until the layer is uniformly wet and thoroughly mixed with water. Immediately thereafter, rolling is to be done. Rolling is to be taken up with the required compaction. Okay, നനച്ച് കഴിഞ്ഞ് കുഴച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? റോൾ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ വെറ്റിംഗ് ആണ്. ക്ലിയർ? പിന്നെന്താണ്? യെസ്, നമ്മൾ 10 സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. If there is any segregation after spreading, the same shall be rectified by spreading the fines before rolling. ഫൈനും കൂടി ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? റോൾ ചെയ്യുക. Then rolling shall be carried out from, നോക്കി അണ്ടർലൈൻ ചെയ്യുക, lower edge to the upper edge longitudinally with a 80 to 100 km vibrator roller, and it should be maintained that speed of the roller should not be more than 5 km per hour. Should not be more than 5 km per hour. ഇങ്ങനെ പോയിന്റ് എഴുതുക, അത് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ അത് ഹൈലൈറ്റ് അയാൾക്ക് കാണുമ്പോൾ എക്സാം പേപ്പർ അനലൈസ് ചെയ്യുന്ന ആളുടെ മെൻറ്റാലിറ്റിയും കൂടി ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്ത് എഴുതുക. നിങ്ങൾ കുറേ വലിച്ചു വാരി എഴുതിയിട്ട് കാര്യമില്ല. ക്ലിയർ? Rolling shall be composed from the edge towards center. Very important point. Rolling, അത് അണ്ടർലൈൻ ചെയ്യുക, from the edge towards center when there is a crossbar on both sides. Clear? Very important point ആണ്, അത് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യാം. Then rolling shall be continued until there are no tire impression. Okay, എപ്പം വരെ റോളിംഗ് ചെയ്യണം അതും അണ്ടർലൈൻ ചെയ്യുക. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. There are no tire impression marked on the surface and a specified degree of compaction is achieved. Okay, ഒരു സ്പെസിഫൈഡ് ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യുമ്പോഴേക്ക് പിന്നെ നിങ്ങൾ അതിലൂടെ ടയർ ഉണ്ടാവില്ല, ടയർ ഇംപ്രഷൻ ഉണ്ടാവില്ല. ദെൻ ഫൈനലി ഡിപ്രഷൻ ആൻഡ് ഹൈ സ്പോട്സ് ഷാൾ ബി റെക്ടിഫൈഡ് ബൈ ആഡിങ് ഓർ റിമൂവൽ ഓഫ് ഫ്രഷ് മെറ്റീരിയൽ വിത്ത് പ്രോപ്പർ കോമ്പാക്ഷൻ. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് ആണ്. 6-7 സ്റ്റെപ്പ് ആക്കി എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ യു വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് മാർക്ക്. ഈ സാർ ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ് പറയുന്നത്? അതും തിയററ്റിക്കൽ പോർഷൻ ആണ്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റ് ആണ്. ലിസ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, നോക്കിയാൽ നേരത്തെ പറഞ്ഞു, ലിസ്റ്റ് ഔട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ അഗ്രിഗേറ്റ് എന്ത് ചെയ്യുക? ടു ബി യൂസ്ഡ് ഇൻ ദ പേയ്മെന്റ് കൺസെഷൻ. ഡിസ്ക്രൈബ് എനി 2 ടെസ്റ്റ് ആണ്. ഡിസ്ക്രൈബ് എനി 2 ടെസ്റ്റ് യെസ് ഫോർ ജഡ്ജിങ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ അഗ്രിഗേറ്റ്സ്. സോ ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? നിങ്ങൾ ഇത് ലിസ്റ്റ് ചെയ്താൽ മതി, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്, റൈറ്റ് ദ പ്രോപ്പർട്ടി ഉണ്ട്. ലിസ്റ്റ് ദ പ്രോപ്പർട്ടി മീൻസ് ലിസ്റ്റ് ചെയ്താൽ മതി. റൈറ്റ് ദ പ്രോപ്പർട്ടി മീൻസ് പ്രോപ്പർട്ടി എഴുതുക, അതിൻ്റെ ഒരു 2 ലൈൻ 3 ലൈൻ എഴുതുക. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇഫ് യു റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, നിങ്ങൾക്ക് ഇതിന് 2 മാർക്ക് കിട്ടും. ഇഫ് യു റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, ലിസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ബി പാർട്ട് 2 മാർക്ക് കിട്ടും. ഇനി ഡിസ്ക്രൈബ് എനി 2 ടെസ്റ്റ് ആണ്. ഡിസ്ക്രൈബ് എനി 2 ടെസ്റ്റ് ആണ്. സോ ഓരോ ടെസ്റ്റ് എഴുതുമ്പോൾ 2.5 മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് 2 ടെസ്റ്റ് എന്ത് ചെയ്യാം? ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ അല്ലേ? അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ആക്കി സ്റ്റെപ്പ് ആക്കി എഴുതണം. ഞാൻ വളരെ ബ്രീഫ് ചെയ്ത് പറയാം, ഓർക്കാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, എന്താണ് ടെസ്റ്റ്? എന്താ പറയുന്നത്? അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ചെക്ക് ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ അല്ലേ? എന്തിനാണ്? ടു ചെക്ക് ദ സ്ട്രെങ്ത് ഓഫ് ദ അഗ്രിഗേറ്റ്. സ്ട്രെങ്ത് ഓഫ് ദ അഗ്രിഗേറ്റിന് വേണ്ടിയാണ് ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. എന്താണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ സ്ട്രെങ്ത്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ
ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ അഗ്രിഗേറ്റ് ടു റെസിസ്റ്റ് എന്താണോ ടു റെസിസ്റ്റ് ഗ്രാജുവൽ ലോഡിംഗ് ആണല്ലേ ടു റെസിസ്റ്റ് ഗ്രാജുവൽ ലോഡിംഗ് റെസിസ്റ്റ് ചെയ്യാനുള്ള അഗ്രിഗേറ്റിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്റർ ഏതാണ്? എ പാരാമീറ്റർ ഈസ് യൂസ്ഡ്. എന്താണ് പാരാമീറ്ററിന്റെ പാർട്ട്? ACV അല്ലേ? ACV അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എന്ന് പറയുന്ന പാരാമീറ്റർ ആണ് ഈ പറയുന്ന സാധനം സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഹൗ യു ഫൈൻഡ് ഔട്ട് ACV എന്നുള്ളതാണ് ഇനി ചോദ്യം. അതിനു വേണ്ടിയാണ് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത്. യെസ്, ടു ഫൈൻഡ് ഔട്ട് ACV നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോഴാണ് സ്ട്രെങ്ത് പറയാൻ പോകുന്നത്. നോക്കിയേ, ആദ്യ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ 2 സീവ് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഫിഗർ വരച്ചാൽ നല്ലതാണ്, പക്ഷെ നിങ്ങൾ എഴുതുകയും വേണം. ഓക്കെ, നമ്മളൊരു 10 mm സീവ് എടുത്തിട്ടുണ്ട്. ദെൻ വി ആർ ടേക്കിംഗ് എ 12.5 mm സീവ്. ഓക്കെ അല്ലേ? 10 mm സീവ് എടുത്തു, 12.5 mm സീവ് എടുത്തു. ദെൻ ഇതിലൂടെ നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ പാസ് ചെയ്യാണ്. അത് എവിടെ റിട്ടേൺ ചെയ്യുന്നു? 10 mm റിട്ടേൺ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? യെസ്. സോ 10 mm റിട്ടേൺ ചെയ്തിട്ടുള്ള ഈ മെറ്റീരിയൽ കുറച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഇവിടെ 10 mm റിട്ടേൺ ചെയ്തിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ, സർട്ടൺ ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് യെസ്, നമ്മൾ അതിനെ ഒരു കണ്ടെയ്നറിൽ എടുക്കുകയാണ്. ലെറ്റ്സ് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടെയ്നർ. ഓക്കെ, യെസ്, ഇത്രയും മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് എത്രയാണിത്? X യൂണിറ്റ്. ഓക്കെ, അത് ഗ്രാം ആവാം. ഓക്കെ, X യൂണിറ്റ് ഓഫ് എത്രയാണ്? 10 mm സീവിനും 12 mm സീവിനും ഇടയിലുള്ള മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. സോ ഈ 10 mm സീവ് 12 mm സീവ് എന്നൊക്കെ കാണിക്കണം. ഇത് ഫൈനലി വരയ്ക്കേണ്ട ഫിഗറാണ്. നിങ്ങൾ ഓരോന്നും സ്റ്റെപ്പായിട്ട് എഴുതണം. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ എന്താ അപ്ലൈ ചെയ്യാണ്? യെസ്, വി ആർ അപ്ലൈങ് യെസ് പ്രഷർ ഓർ വി ആർ ക്രഷിംഗ് ദിസ് തിങ് യൂസിങ് ഏതാണ്? UTM ആണ്, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിനെ. സോ ഈ ഒരു മൗൾഡിനെ ഇൻ വിച്ച് വി ആർ ഹാവിംഗ് യെസ് മെറ്റീരിയൽ ടു ബി ടെസ്റ്റഡ്, വി ആർ അപ്ലൈങ് ലോഡ് ഓൺ ടു ദിസ് അല്ലേ? യെസ്, വി ആർ അപ്ലൈങ് ലോഡ് ഓൺ ടു ദിസ്. എന്താണ് ആ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന്റെ റേറ്റ് എന്നും കൂടി എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇഫ് യു ആർ മെൻഷനിങ് ദ റേറ്റ് അറ്റ് വിച്ച് ലോഡ് ഈസ് അപ്ലൈഡ്, എങ്ങനെയാണോ റേറ്റ് എത്രയാണോ? യെസ്, വി ആർ അപ്ലൈങ് ആസ് 4 Newton per mm അല്ലേ? യെസ്, മാക്സിമം ലോഡ് ഓഫ് UTM-ൽ നമ്മൾ എത്ര ലോഡ് അപ്ലൈ ചെയ്യും? 40 tons ആണല്ലേ? മാക്സിമം 40 ton ലോഡാണ്. യെസ്, ജനറലി കാരിങ് ലോഡ് കപ്പാസിറ്റി ഓഫ് 40. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്താൽ ഈ അഗ്രിഗേറ്റ്സ് ഒക്കെ എന്തായി? ക്രഷ് ആയില്ലേ? ഇതിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ്സ് ഒക്കെ എന്തായി? ക്രഷ് ആയി. ഇങ്ങനെ ക്രഷ് ആയ അഗ്രിഗേറ്റിനെ നമ്മൾ എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്? വി ആർ പാസിംഗ് ദീസ് അഗ്രിഗേറ്റ്സ് ടു എ സീവ് ഓഫ് 2.36 mm സീവ് ആണ്. ഇത്തരത്തിലുള്ള സീവിലൂടെ ക്രസ്റ്റ് അഗ്രിഗേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് സീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ക്വാണ്ടിറ്റി എന്താവും? കുറേ പാർട്ടിക്കിൾസ് ഒക്കെ എന്താവും? ഈ ഒരു 2.36 എന്താവും? പാസ് ആവും. ലെറ്റ്സ് സേ y is the unit of quantity, y is the quantity of particles passing ആണ്, അതാണ് പാസിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ കിട്ടി? X ആയിരുന്നു നമ്മൾ എടുത്തത്, അതിന് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് ക്രഷ് ചെയ്തു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാണ്? ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ വെറുതെ 2.36 mm സീവിലൂടെ പാസ് ചെയ്തപ്പം y എന്ന് പറയുന്ന ക്വാണ്ടിറ്റി പാസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ we can say yes, നമുക്ക് എന്ത് പറയാൻ പറ്റും? ACV is equal to, then we can say aggregate crushing value ACV is equal എന്താണോ? ഈ പറഞ്ഞ പാസ്ഡ് ക്വാണ്ടിറ്റി y ഡിവൈഡ് ബൈ എന്താണ്? X into 100 ആണ്. y ഡിവൈഡ് ബൈ X into 100 എന്നാണ് നമ്മുടെ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ y കൂടുതലാണെങ്കിൽ ACV കൂടുതലായിരിക്കും. എന്താണ് y? ക്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2.36 mm പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് y, പാസിംഗ് ക്വാണ്ടിറ്റിയാണ്. ഇവിടെ പാസിംഗ് ക്വാണ്ടിറ്റി കൂടുതൽ എന്ന് വെച്ചാൽ നല്ലപോലെ ക്രഷ് ആയി എന്നല്ലേ? നല്ലപോലെ ക്രഷ് ആകുമ്പോഴല്ലേ ഈ 2.36 mm എന്ന് പറയുന്ന ചെറിയ സീവിലൂടെ കൂടുതൽ ക്വാണ്ടിറ്റി പാസ് ചെയ്യുള്ളൂ. പാർട്ടിക്കിൾ നല്ലപോലെ ക്രഷ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ സ്ട്രെങ്ത് കുറവാണ്. സോ ACV is more means y is more. What is y? It is a quantity of material passing through the 2.36 mm sieve. അതായത് കൂടുതൽ ക്രഷ് ആയി എന്നാണ്, അതായത് സ്ട്രെങ്ത് കുറവാണ്. സോ മോർ ദ ACV ലെസർ ഇസ് ദ സ്ട്രെങ്ത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് ACV. And എന്താണ്? as per the specification it should not be greater than 30, it should not be greater than 40 അല്ലേ? ഏതിനൊക്കെ വേണ്ടിയാണ്? ജനറൽ കൺസ്ട്രക്ഷൻ ആൻഡ് റോഡ് കൺസ്ട്രക്ഷൻ. ക്ലിയർ? സോ ദിസ് ഈസ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ, and this is for general construction. Clear? This is for general construction. ഇതായിരിക്കണം അതിൻ്റെ വാല്യൂ. നോക്കിയേ, ഇതാണ് നിങ്ങളുടെ ACV ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എങ്ങനെ റൈറ്റ് ചെയ്യണം? 2.5 മാർക്കിന് 2.5 മാർക്കിൻ്റെ സാധനമാണ്.
സോ ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതണം. സ്ട്രെങ്ത് അഗ്രിഗേറ്റിന് വേണ്ടിയിട്ടാണ്, റെസിസ്റ്റ് ഗ്രാജുവൽ ലോഡിംഗ് ആണ്, പാരാമീറ്റർ ACV ആണ്. ACV എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെ തന്നെ നീട്ടി എഴുതണം, വരച്ച് എഴുതിയാൽ പോരാ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ, ഓർക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ എഴുതണം? യെസ്, പാർട്ടിക്കിൾ റീറ്റൈൻഡ് ബിറ്റ്വീൻ 10 and 12.5 mm ആർ സെലക്ടഡ്. എക്സ് യൂണിറ്റ് എടുത്ത് അതിൻ്റെ UTM മുകളിൽ UTM ഉപയോഗിച്ച് ലോഡ് അപ്ലൈ ചെയ്യുന്നു. ദെൻ ദ ക്രസ്റ്റ് പാർട്ടിക്കിൾ ഈസ് പാസ് ത്രൂ എ സീവ് ഓഫ് 2.36 mm ആൻഡ് വി ആർ മെഷറിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് എന്താണ് പാർട്ടിക്കിൾസ് പാസിംഗ് എന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, പാസിംഗ് ദ 2.36 mm. Then ACV is equal to y by x into 100. Should not be greater than 30, should not be greater than 40 എന്ന് എഴുതി കഴിഞ്ഞാൽ 2.5 മാർക്ക് കിട്ടി. വേണമെങ്കിൽ ഈ ഫിഗറും കൂടി ഒന്ന് വരയ്ക്കാം. ക്ലിയർ? ഇനി ഇതാണ് അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റ്. ദിസ് ഈസ് ദ അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടെസ്റ്റ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ടെസ്റ്റ്. ഏതെങ്കിലും 2 ടെസ്റ്റ് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സൗകര്യം പോലെ എന്ത് വേണം എഴുതാം. ഓക്കെ, അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ടെസ്റ്റ്. ഇമ്പാക്ട് വാല്യൂ. ഓക്കെ, കാരണം ഇത് നേരത്തെ ഏതൊക്കെയോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. AIV ഇവിടെ എന്താണ് നമ്മൾ വി ആർ ടേക്കിംഗ് ദ അല്ലെ, ഇവിടെ എന്താ മെഷർ ചെയ്യുന്നത്? ഇമ്പാക്ട് അല്ലെ. എന്താ മെഷർ ചെയ്യുന്നത്? ഇറ്റ് ടെസ്റ്റ് ദ ടഫ്നെസ്. ഇറ്റ് മെഷേഴ്സ് ദ ടഫ്നെസ് ഓഫ് അഗ്രിഗേറ്റ്. ഇറ്റ് മെഷേഴ്സ് ദ ടഫ്നെസ് ഓഫ് അഗ്രിഗേറ്റ് ആണ്. ആൻഡ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണോ? യെസ്, പ്രോപ്പർട്ടി ടു റെസിസ്റ്റ് എന്താണ്? ടു റെസിസ്റ്റ് ആൻ ഇമ്പാക്ട് ലോഡ്. ഇമ്പാക്ട് ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടഫ്നെസ് എന്ന് പറയുന്നത്. ഇസ്ന്റ് ഇറ്റ്? യെസ്. ആൻഡ് അത് മെഷർ ചെയ്യാനുള്ള പാരാമീറ്റർ ആണ്. ഏത് പാരാമീറ്ററാണ് യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിങ് എ പാരാമീറ്റർ AIV എന്ന് പറയുന്ന പാരാമീറ്റർ, അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ അല്ലെ. AIV എന്താണ്? അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ. അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്, ടു മെഷർ ടഫ്നെസ്. ആൻഡ് AIV എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വി ആർ ടേക്കിംഗ് ദ സെയിം സീവ്. 12.5 mm സീവ് എടുത്തിട്ടുണ്ട്, 10 mm സീവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സീവ് ചെയ്യുന്നു. ഇവിടുന്ന് സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് പാർട്ടിക്കിൾ എടുക്കുന്നു നമ്മൾ. അത് നമ്മൾ മൗൾഡിൽ നിറയ്ക്കുകയാണ്. മൗൾഡിൽ നിറച്ചതിന് ശേഷം അല്ലെ, ലെറ്റ്സ് എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നത് നമ്മൾ? ഓക്കെ, വി ആർ ടേക്കിംഗ് എ ഹൗ മച്ച് ക്വാണ്ടിറ്റി? യെസ്, വി ആർ ടേക്കിംഗ് X യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആൻഡ് വി ആർ അപ്ലൈയിങ് ഇമ്പാക്ട് ലോഡ് അല്ലേ. അതായത് നമ്മളൊരു ഹാമർ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, നമുക്കറിയാം, നിങ്ങൾ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. യെസ്, സോ ഇമ്പാക്ട് ലോഡ് അപ്ലൈ ചെയ്യാണ്. എത്രയാണ് ഹാമറിൻ്റെ വെയിറ്റ്? എ വെയിറ്റ് ഓഫ് 14 kilogram വെയിറ്റ് ഉള്ള ഹാമർ എത്ര ഹൈറ്റിലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്? എറ്റ് എ ഫ്രീ ഫോൾ ഓഫ് എത്രയാണോ? 38 centimeter നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ് ഫോർ 15 തവണ, ഫോർ 15 numbers ഓഫ് ടൈം. ഓക്കെ അല്ലേ? ഇതാണ് സ്പെസിഫിക്കേഷൻ. 14 കിലോ ഉള്ള ഹാമർ 38 centimeter ഫ്രീ ഫോൾ ഹൈറ്റിൽ നിന്നും 15 തവണ നമ്മൾ എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഇതിനെ ഡ്രോപ്പ് ചെയ്യണം. യെസ്, ഡ്രോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ടെസ്റ്റ് നിങ്ങൾ ലാബിൽ ചെയ്ത് ഓർമ്മ ഉണ്ടാവും. സോ ഇത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ അഗ്രിഗേറ്റിൻ്റെ മുകളിൽ ഇമ്പാക്ട് വരും. ഓക്കെ, കുറേയൊക്കെ അഗ്രിഗേറ്റ് എന്താവും? യെസ്, ഇവിടുന്ന് പൊടിയാൻ തുടങ്ങും അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്? ദെൻ ഇവിടുന്ന് അഗ്രിഗേറ്റ് വി ആർ അഗെയിൻ പാസിംഗ് ഇറ്റ് ത്രൂ ദ സെയിം സീവ് ആണ്. 2.36 mm സീവിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മളൊന്ന് സീവ് ചെയ്ത് നോക്കുമ്പോൾ കുറേ ക്വാണ്ടിറ്റി എന്താവും? കുറേ ക്വാണ്ടിറ്റി ഇതിൽ നിന്ന് പാസ്സാവില്ലേ? കുറേ ക്വാണ്ടിറ്റി പാസ്സാവും. ലെറ്റ്സ് സേ ദ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി പാസിംഗ് ഈസ് y ആണെങ്കിൽ തീർച്ചയായിട്ടും AIV വിൽ ബി ഈക്വൽ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ y ഡിവൈഡ് ബൈ എന്താണ്? x into 100 ആണ്. y ഡിവൈഡ് ബൈ x into 100 എന്ന് പറയുന്ന വാല്യൂ ആണ് വരിക. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും സെയിം ആണ്. It should not be greater than 30, it should not be greater than 40 for general construction, for road construction, yes, and for general construction. Clear? ഇതാണ് AIV ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നിങ്ങൾ ഇത് ഇങ്ങനെ വരച്ച് കാണിച്ചാൽ പോരാ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. നിങ്ങൾ ഇതൊക്കെ എന്താണ് നീട്ടി വലിച്ച് എഴുതണം. ഓക്കെ, പോയിന്റ് ആക്കി എഴുതണം. നീട്ടി വലിച്ച് പാരഗ്രാഫ് ആക്കി എഴുതരുത്. എല്ലാ പോയിന്റ് ആക്കി എഴുതുക. ഈ സാർ ഓക്കെ? യെസ്. സോ അതാണ് നമ്മുടെ ഏത്? യെസ്, പാർട്ട് ബി എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് എനി 2 ടെസ്റ്റ് ആണ്. ഇനിയും 1 ടെസ്റ്റ് ഉണ്ട്. ഇനിയും ടെസ്റ്റ് ഉണ്ടല്ലേ? ടെസ്റ്റുകൾ ഒരുപാടുണ്ട്. പിന്നെ ഏതാ ടെസ്റ്റ് ഉള്ളത്? മെയിൻ ടെസ്റ്റ് ഏതാണ്? ദെൻ ദർ ഈസ് എ ലോസ് ആഞ്ചലസ് ടെസ്റ്റ്. ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, 2 എഴുതിയാൽ മതി. ലോസ് ആഞ്ചലസ്, യെസ്, ലോസ് ആഞ്ചലസ് ടെസ്റ്റ്. എന്താണ് പറയുന്നത് ഇയാൾ? ലോസ് ആഞ്ചലസ് ടെസ്റ്റ് ഉണ്ട്, ഡൗറി ടെസ്റ്റ് ഉണ്ട്, ദെവാൽസ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് എന്തിനാണ് മെഷർ ചെയ്യുന്നത്? ദിസ് ഈസ് മെഷറിംഗ് ദ ഹാർഡ്നെസ് ആണ് അല്ലെ. ഹാർഡ്നെസ് ആണ്. എന്താണ് ഹാർഡ്നെസ് എന്ന് വെച്ചാൽ? ടു റെസിസ്റ്റ് വിയറിംഗ് ആണ്. ടു റെസിസ്റ്റ് വിയർ ആൻഡ് ടിയർ അല്ലേ. പ്രോപ്പർട്ടി ഓഫ് ദ അഗ്രിഗേറ്റ് ടു റെസിസ്റ്റ് ഏതാണ്? അബ്രഷൻ എന്ന് പറയാം, ഓർ ടു റെസിസ്റ്റ് വിയർ ആൻഡ് ടിയർ. ക്ലിയർ? ആൻഡ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന പാരാമീറ്റർ ഏതാണ്? AAV, അഗ്രിഗേറ്റ് അബ്രഷൻ വാല്യൂ.
ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ടു റെസിസ്റ്റ് ഏതാണ് അബ്രാഷൻ അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ. സോ വി ആർ ഗോയിങ് ടു മെഷർ അഗ്രിഗേറ്റ് അബ്രാഷൻ വാല്യൂ. ഓക്കെ, ആൻഡ് ഏതാണ് ടെസ്റ്റ്? ലോസ് ആഞ്ചലസ് ടെസ്റ്റ് അല്ലേ. വലിയൊരു ഡ്രം ഉണ്ട്, ആ ഡ്രമ്മിൻ്റെ അകത്ത് നമ്മൾ അഗ്രിഗേറ്റിൻ്റെ കൂടെ സ്റ്റീൽ ബോൾസും കൂടി ഇടും, എന്നിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഏതെങ്കിലും 2 ടെസ്റ്റ് എഴുതിയാൽ മതി. സോ നിങ്ങൾ ടെസ്റ്റുകൾ പഠിക്കുക അഗ്രിഗേറ്റിൻ്റെ. ക്ലിയർ? സോ ദാറ്റ് ഈസ് എൻഡ് ഓഫ് നമ്മുടെ ഏതാണ് മൊഡ്യൂൾ നമ്പർ 2 ഇൻ ട്രാൻസ്പോർട്ടേഷൻ. യെസ്, നമുക്കറിയാം ഇതിൻ്റെ കോഡ് എത്രയായിരുന്നു? CET 206 കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തിട്ടുള്ള CET 206 അല്ലേ, സെമസ്റ്റർ 4ൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ ദ മൊഡ്യൂൾ നമ്പർ 2. അത് അവസാനിച്ചിരിക്കുകയാണ്. വി വിൽ കം വിത്ത് അനദർ സെഷൻ ഫോർ മൊഡ്യൂൾ 3. അപ്പോൾ അത് കാണുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.